നമസ്കാരം. ശിവാനന്ദ ലഹരിയിലെ 74-ാമത്തെ ശ്ലോകം. ആശാപാശ ക്ലേശ ദുർവാസനാദി ഭേദോദ്യുക്തൈർ ദിവ്യഗന്ധൈരമന്ധൈഃ ആശാഷാഢീകസ്യ പാദാരവിന്ദം ഛേദപേടീം വാസിതാം മേ തനോതു. ആശാഷാഢീകസ്യ, ആശകളെ വസ്ത്രങ്ങളായി ധരിച്ചിരിക്കുന്ന പരമേശ്വരൻ്റെ. ഇവിടെ ആശകൾ എന്നുദ്ദേശിക്കുന്നത് ദിക്കുകളെയാണ്. ദിക്കുകളെ വസ്ത്രങ്ങളായി ധരിച്ചിരിക്കുന്നവൻ എന്ന അർത്ഥത്തിലാണ് ഭഗവാന് ദിഗംബരൻ എന്ന പേര് വന്നിരിക്കുന്നത്. ആ ഭഗവാന്റെ, പരമേശ്വരൻ്റെ, ദിഗംബരൻ്റെ പാദാരവിന്ദം, തൃപ്പാദങ്ങളാകുന്ന സുഗന്ധദ്രവ്യം ആശാപാശ ക്ലേശ ദുർവാസനാദി ഭേദോദ്യുക്തൈഃ, പഞ്ചക്ലേശങ്ങൾ മുതലായ ദുർവാസനകളെ അകറ്റുവാൻ കഴിവുള്ളതും. ഈ പഞ്ചക്ലേശങ്ങൾ എന്ന് പറയുന്നത് ആശാപാശം, ആശകളാൽ ബന്ധിക്കപ്പെട്ട കയർ, അതാണ് ആശാപാശം എന്ന് പറയുന്നത്. ആശാപാശം, അവിദ്യ, അസ്മിത, രാഗം, ദ്വേഷം, അഭിനിവേശം എന്നീ പഞ്ചക്ലേശങ്ങൾ മുതലായ ദുർവാസനകളെ അകറ്റുവാൻ കഴിവുള്ളതും അമന്തൈഹി, അനൽപങ്ങളുമായ ദിവ്യഗന്ധൈഹി, ദിവ്യങ്ങളായ സുഗന്ധങ്ങളെ കൊണ്ട് മേ ഛേദപേടീ, എൻ്റെ മനസ്സാകുന്ന പെട്ടിയെ വാസിതാം തനോതു, സൗരഭ്യയുക്തമായി തീർക്കട്ടെ. ദുർവാസനകൾ നിറഞ്ഞ ഒരു പെട്ടിയാണ് മനസ്സ് എന്ന് പറയുന്നത്. ഈ ദുർവാസനകളാൽ നിറഞ്ഞ ആ പെട്ടിയിലേക്ക് ദുർവാസനകളെ മാറ്റിയിട്ട് സൗരഭ്യയുക്തമായി തീരട്ടെ എന്നാണ് ഭക്തൻ ആഗ്രഹിക്കുന്നത്. അവിദ്യ എന്ന് പറയുന്നത് അന്ധകരണത്തിൻ്റെ വൃത്തികളും ഗുണങ്ങളും ആത്മാവിൽ ആരോപിക്കുന്നതിനെയാണ് അവിദ്യ എന്ന് പറയുന്നത്. ചിത്തവൃത്തികളും പിന്നെ അതിൻ്റെ ഗുണങ്ങൾ, അതിനെയെല്ലാം ആത്മാവിനെ ബാധിക്കാത്തതിനെ ആത്മാവിൽ ആരോപിക്കുന്നതിനെയാണ് അവിദ്യ എന്ന് പറയുന്നത്. അതുപോലെ അസ്മിത, ദ്രഷ്ടാവായ ആത്മാവും ദർശനക്രിയയുടെ ഉപകരണമായ അന്ധകരണവും ഒന്നാണെന്ന ഭ്രമം, അതിനെയാണ് അസ്മിത എന്ന് പറയുന്നത്. രാഗം എന്ന് പറയുന്നത് ഈ അസ്മിത നിമിത്തം മുൻപ് അനുഭവിച്ച വിഷയങ്ങൾക്ക് തുല്യ വിഷയങ്ങൾ അനുകൂലങ്ങളാവണമെന്ന ആഗ്രഹം. ദ്വേഷം, പ്രതികൂലമാവുമ്പോൾ ഒഴിഞ്ഞു മാറുവാനുള്ള ആഗ്രഹം. അഭിനിവേശം, പൂർവ അനുഭവങ്ങളാൽ ജീവികളിൽ വന്നു ചേരുന്ന ജീവിതത്തോടുള്ള ആശ, ആ ജീവിതാശയെയാണ് അഭിനിവേശം എന്ന് പറയുന്നത്. ഇത്യാദികളാണ് മനസ്സിൻ്റെ പ്രസിദ്ധങ്ങളായ ദുർവാസനകൾ. ഇവയെ അകറ്റാൻ സുഗന്ധമുള്ള ശിവപാദമാകുന്ന താമരയെ സദാ മനസ്സാകുന്ന പെട്ടിയിൽ വെച്ച് സൂക്ഷിക്കുവാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. അതോടെ ആശാപാശങ്ങളാകുന്ന ഈ ദുർവാസനകളെല്ലാം അറിയാതെ അകന്നുപോകും എന്നത് അനുഭവമാണ്. ഭക്തിയും ഭുക്തിയും ഒന്നിച്ചു നിൽക്കില്ല എന്നാണ് പറയുക. രാമനും കാമനും ഒരിടത്ത് വസിക്കുകയില്ല. ഭക്തി വളർത്താൻ ശ്രമിക്കാത്തതാണ് മനസ്സിൻ്റെ ഏറ്റവും ചീത്ത ദുർഗന്ധം. ഭക്തിക്ക് ശ്രമം തുടങ്ങിയതും മനസ്സ് തനിക്കും അടുത്തുള്ളവർക്കും അഭികാമ്യമായി ഭവിക്കും എന്ന് ആണ് ഒരു ഫലിതാർത്ഥമായിട്ട് പറയുന്നത്.